നാട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്ക് നാഗർകോവിലിന് മുമ്പേ ഒരു നഴ്സറി കണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വലിയ നഴ്സറി ആയതുകൊണ്ട് ചെടികൾ കാണുമ്പോൾ ഭ്രാന്താണല്ലോ. അപ്പോൾ ഓടിച്ചാടി ഇറങ്ങിയിട്ട് ഒരു സൈഡ് മൊത്തം ഫ്രൂട്ട്സിൻ്റെ ഇതാണ്. പിന്നെ ഞാൻ കൂടുതലും കണ്ടത് ഈ ഓറഞ്ച് വെറൈറ്റീസാണ്. ഓറഞ്ച്, നാരങ്ങ അങ്ങനത്താണ്. ഇഷ്ടംപോലെ പേര, പിന്നെ എന്താ പറയുക, മാവ്, പ്ലാവ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതലും എൻ്റെ കണ്ണിൽ പെട്ടത് നാരകം പോലത്താണ്. നാരങ്ങകൾ എല്ലാത്തിലും കാച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ പേര് ഞാവൽപ്പഴം. അപ്പം ഞാവലിൽ നിറച്ച് മൊട്ട് പൂങ്ങൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൽ വെള്ളയുണ്ടോയെന്ന്. അപ്പോൾ പറഞ്ഞു ഉണ്ട്, ഇത് വലുതാണ്, ഇതിൽ കുഞ്ഞുണ്ട് ടെറസിൽ വയ്ക്കുന്ന പോലത്തത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. പോകുന്ന വഴിക്ക് ഒരു ഫ്രൂട്ട് കാണിച്ചായിരുന്നു. അതിൻ്റെ പേര് എനിക്കറിയില്ല, എന്താ മറന്നുപോയി. അതിൽ അത്യാവശ്യം കായ നിൽപ്പുണ്ട്. കണ്ടോ, ഈ ചെറിയ കായാണ്. അപ്പോൾ പറഞ്ഞ് ഇത് കുറച്ചുകൂടെ വലുതാവും, പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന്. സത്യം പറഞ്ഞാൽ എന്നെ കാണിക്കാൻ കൊണ്ടുപോയത് ഞാവൽപ്പഴം കാണിക്കാനാണ്, വൈറ്റ്. അപ്പോൾ അതിൽ നോക്കിയപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ എണ്ണം കണ്ടോ, നിറച്ച് കായ് പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ ഇത് വണ്ടിയിൽ കൊണ്ടുപോകാനും പാടാണ്. റേറ്റ് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 750 ആണ്. അത്യാവശ്യം എല്ലാത്തിലും നമ്മുടെ നല്ല റേറ്റാണ്. അപ്പോൾ എനിക്ക് അന്ന് അമ്പഴങ്ങ ചെടി കണ്ട്. അപ്പോൾ അതൊന്ന് മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഒരു ചെടി കണ്ടായിരുന്നു, നമ്മുടെ എന്താ പറയുക, ഫിഗ്. ഒരിക്കൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അത് പട്ടുപോയി. അപ്പോൾ ഇത് നമ്മുടെ ജുജുബിയാണ്. ഇതിൻ്റെ മലയാള പേര് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ചെടിയുടെ വരുന്നുണ്ട്, പക്ഷേ ഒന്നും കായ്ക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ഒടിച്ചൊടിച്ച് വിടും, പക്ഷേ കായ്ക്കുന്നില്ല. അപ്പോൾ അതും ഒന്ന് മേടിക്കണമെന്നായിരുന്നു. അപ്പോൾ മോൻ ചോദിക്കിയതൊക്കെ എന്താ അമ്മേന്ന്, ഓറഞ്ചാണോ നാരങ്ങയാണോ എന്നറിയത്തില്ല, എല്ലാം നിൽപ്പുണ്ട്. നെല്ലിക്കയിൽ പോലും നെല്ലിക്കയുണ്ട്. പിന്നെ ഒരു നമ്മുടെ ഈ ചാമ്പയ്ക്ക വൈറ്റാണെന്ന് തോന്നുന്നു, ഒരു കവറിലാണ് വെച്ചിരിക്കുന്നത്, ഗ്രോ ബാഗിൽ. അതിൽ പക്ഷേ ഇഷ്ടംപോലെ പൂവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലൊരു ഈ ചെടി എടുക്കാം, കുഞ്ഞ് ചെടിയാണ്. അപ്പോൾ ഇതിൽ ഏതെടുക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ നോക്കി ഞാൻ ഒരു ചെടി മാറ്റി വെച്ചു മേടിക്കാൻ. ഞാൻ വിചാരിച്ചു റേറ്റ് കുറവായിരിക്കും, കാരണം ഞാൻ ഇത് ഊട്ടി പോകുന്ന വഴി മേടിച്ചപ്പോൾ 90 60 അത്ര രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്ര രൂപ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചു ഒന്ന് മാറ്റിയൊക്കെ വെച്ചു. പിന്നെ ഒരു ഫിഗ് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് നോക്കാൻ പോയി വേറെ എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ട്. ഇതിൽ ഏതാണ് നല്ലതെന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം കണ്ടതിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയൊരു ചെടി ഞാൻ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ സ്ട്രോബെറി പേരയുണ്ട്, ഓറഞ്ച്, ഇഷ്ടംപോലെ ഓറഞ്ച് എല്ലാം നിൽപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം നല്ല റേറ്റാണ്. അപ്പോൾ ഞാൻ ഈ ജിജിബിയുടെ വില ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ കുഞ്ഞ് തൈക്ക് 250 രൂപയാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നെ പുള്ളി അവിടെ നമുക്ക് പറഞ്ഞു തരാൻ തന്ന ചേട്ടൻ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് എന്നെ കാണാനില്ല. ഞാൻ ഓടി രക്ഷപ്പെട്ടു, അത്രയ്ക്ക് റേറ്റ്. പിന്നെ എല്ലായിടത്തും ഇതേ റേറ്റാണോയെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്കങ്ങനെ തോന്നിയാണോയെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തൊക്കെയൊക്കെ കുറേ ചെടികളൊക്കെ നിൽക്കുന്നു, അറിയാത്ത കുറേ ഫ്രൂട്ട്സ് വകകളൊക്കെ ഉണ്ട്. എല്ലാം നോക്കി നെല്ലിയും നമ്മൾ പുളിച്ചി എല്ലാ ഇതും നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ എൻ്റെ കണ്ണ് പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഫിഗ് വാങ്ങിക്കണം. അപ്പോൾ ആ സൈഡ് മൊത്തം പൂക്കളാണ്, ഒത്തിരി റോസയും അത് അഡേനിയം അത് ഇതെന്നൊക്കെ ഇഷ്ടംപോലെ അറിയാത്ത ചെടികൾ, പേരറിയാത്ത കുറേ ചെടികളുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ മുളക് കണ്ടോ, പർപ്പിൾ കളറിൽ, എൻ്റെ ഇല വരയ്ക്കും പർപ്പിൾ. അപ്പോൾ അതിൻ്റെ കുഞ്ഞു തൈകൾ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. പിന്നെ ഇതാ അവിടെ അടുത്ത് തന്നെ ഫിഗും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് കുഞ്ഞു ചെടിയല്ലേ, 2 കായുണ്ട്. അപ്പോൾ അത് വലിയ റേറ്റ് ആയിരിക്കില്ല എന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു കായുള്ളതിന് പ്രത്യേക റേറ്റാണെന്ന്. അപ്പോൾ വിചാരിച്ചു എന്തായിരുന്നാലും അതൊരു 500 രൂപയ്ക്ക് മുകളിലായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ തൈയൊക്കെ ആണെങ്കിൽ, കായില്ലാത്തതിനാണെങ്കിൽ ഒരു 150 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൽ ഏറ്റവും നല്ലതെന്ന് നോക്കി എടുത്തരാൻ പറഞ്ഞപ്പോൾ എടുത്തു തന്നു. പിന്നെ ഗ്രേപ്സിൻ്റെ തൈ, ഗ്രേപ്സൊക്കെ വീട്ടിലുണ്ട്, അതിൻ്റെ തൈകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്രീപ്പർ അങ്ങനത്തെയൊക്കെ വാങ്ങിക്കണമെന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഈ എന്താ പറയുക, മൊത്തത്തിലവിടെ ഞാൻ കണ്ടത് മൊത്തം ഓറഞ്ചും ലെമണും അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടംപോലെ കണ്ടത്. പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഓർക്കിഡിൻ്റെ ചെടികളും, എന്താ പറയുക, നിറച്ച് വെറൈറ്റീസുണ്ട്. പക്ഷേ അത്യാവശ്യം റേറ്റുമാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് റോസ്മേരിയാണെന്ന്. അപ്പോൾ ചേച്ചിയെ ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു 100 രൂപയാണ്. എന്നാൽ പിന്നെ ഒന്ന് എടുത്തു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ട്രോബെറി ഇരിപ്പുണ്ട്. അതിൻ്റെ തൈ ചോദിച്ചപ്പോൾ 250 ആണെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്തിരിക്കുന്ന ലാവൻഡർ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ മതിയായി. പിന്നെ അവിടെ ഒരു സൈഡിൽ ആ ഒരു ക്രീപ്പർ മേടിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്മളതിനെക്കാളും മറ്റുള്ളവർ വാങ്ങിച്ച് വെക്കുന്നതാണല്ലോ കണ്ണ് കാണത്തുള്ളൂ. അപ്പോൾ അതൊരു കുഞ്ഞു ചെടിയെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ആൾറെഡി ആരോ മേടിച്ച് വെച്ചിരിക്കുകയാണെന്ന്. പിന്നെ ശരിയെന്ന് വിട്ടു. അപ്പോൾ ഈ ചെടിയാണെങ്കിൽ കാണാൻ നല്ല രസമാണ്, പല പല കളറ്. പക്ഷേ ഇത് എനിക്കൊന്ന് സീസണാണ്, എല്ലാ സീസണിലും ഇതുണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വെറുതെ വാങ്ങിച്ച് കൊണ്ട് വെച്ചിട്ട് അത് ചീത്തയായി 1 മാസം നിൽക്കാതെ ചീത്തയായി പോയിട്ട് വല്ല കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അത് മേടിച്ചില്ല. അപ്പോൾ ഇത് 2 മാത്രമേ വാങ്ങിയുള്ളൂ. അങ്ങനെ ചുറ്റും കറങ്ങി കണ്ട്
പൂക്കളൊക്കെ ഉള്ള ഒരു ഇഷ്ടംപോലെ ചെടികളുണ്ട്. അപ്പം അവിടെ നിൽക്കുന്ന ചെടിയും മീനിനെയൊക്കെ മോൻ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അകത്ത് മീൻ തൊട്ടിയൊക്കെ കാണിക്കുന്നത്, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണോ വീഡിയോ റെക്കോർഡാകത്താണോ ഓൺ ചെയ്യാത്തതാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ പറഞ്ഞു നിങ്ങൾ കാറിൽ കയറി, ഞാൻ വെളിയിലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറയുമ്പോൾ സൈഡിൽ മൊത്തം ചെമ്പരത്തി വാങ്ങിച്ചൊരു ചെമ്പരത്തി മേടിക്കാൻ വേണ്ടി വന്നതാണ്. പല പല കളർ ഇരിപ്പുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു അത് ഓരോന്നും ഓരോ റേറ്റാണ്, 100 രൂപ, 150, 250 അങ്ങനെ. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് വിചാരിച്ച് വേണ്ട, പിന്നീടാകട്ടെ എന്ന്. അങ്ങനെ അകത്തോട്ടൊക്കെ നോക്കി. ഈ പർപ്പിൾ കളറുള്ള പൂക്കളൊക്കെ ഒരുപാട് ഇഷ്ടമായി. അതൊക്കെ നോക്കിയിട്ട് പേര് നോക്കിയപ്പോൾ കടയുടെ പേരില്ല. പിന്നെ അവിടെയൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. കാരണം സമയം ഒരുപാടായതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. ബൈ.